എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈയിടെയായി വായിച്ച ഒരു പുസ്തകമാണ് സാമത്ത് ഡോഗൻ എഴുതിയ വെള്ളിയാഴ്ചകളിൽ പറക്കാത്ത പക്ഷി എന്ന ഈ നോവൽ. ഈ പുസ്തകം തുർക്കിഷ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അത് വിവർത്തനം ചെയ്തത് അർഷിയ അട്ടാരി എന്ന വ്യക്തിയാണ്. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരേ സമയം ദുഃഖവും ആവേശവും വായനക്കാരിൽ നിറയ്ക്കും. യുദ്ധവും യുദ്ധക്കെടുതികളും ചെറുത്തുനിൽപ്പുകളും അതിജീവനവും വിശദീകരിക്കുന്നതിലുപരി ശരിത്തെറ്റുകളുടെ തുലാസിൽ പെട്ടുഴലുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ കൂടിയാണ് ഈ നോവൽ. അവനവന്റെ ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം. ശരിയുടെ കൂടെ ജീവിക്കുന്നവർ മറ്റൊരാളിലൂടെ ശരിയാൽ ശിക്ഷിക്കപ്പെടുന്നു. ഈ പുസ്തകം അടുത്ത കാലത്തെ ഏറ്റവും ഭയാനകമായിട്ടുള്ള സിറിയൻ യുദ്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. യുദ്ധത്തിൽ ഒരുപാട് വ്യക്തികൾ വളരെ സാഹസികമായി അതിജീവിച്ച ഒരുപാട് കഥ ഒരുപാട് വ്യക്തികളുടെ ജീവിതം നമുക്കിതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നാടിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നേതാവായിക്കൊണ്ട് തന്നെ ഇതിൽ മുന്നേറുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു യുദ്ധലേഖകനായി പ്രവർത്തിച്ചിരുന്ന നോവലിസ്റ്റ് തൻ്റെ നേരനുഭവങ്ങൾ കൂടിയാണ് ഈ നോവലിലൂടെ പറയുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും പടർന്നു പന്തലിച്ച ഐസിസ് എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. സമീപകാലത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സിറിയൻ യുദ്ധത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു നോവലാണിത്. ഒരേ സമയം ധൈര്യവും സങ്കടവും ആവേശവും അനുഭവപ്പെടുന്ന ആളുകളുടെ കഥകൾ നിങ്ങൾ ആശ്വാസത്തോടെ വായിച്ചു തീർക്കാൻ കഴിയും. യുദ്ധത്തെക്കുറിച്ചും യുദ്ധത്തിലുള്ളവരെക്കുറിച്ചും യുദ്ധത്തിലെ അവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ചും ശക്തമായ വിവരണങ്ങൾ ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയാത്ത അത്രയുമാണ് ആഴത്തിലാണ് ഇദ്ദേഹം ഇതിൽ ഓരോ വരികളും എഴുതിയിട്ടുള്ളത്. സുഖപ്രദമായ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് യുദ്ധത്തെയും യുദ്ധമുഖത്തെയും വിശകലനം ചെയ്യുന്നവരെ കണ്ട് ചിരിച്ചു പോയിട്ടുള്ള സാമത്ത് ഈ നോവലിൽ അത്തരം അനുഭവങ്ങൾ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ പറക്കാത്ത പക്ഷി. അശാന്തിയുടെ കഥയാണിത്. അല്പം അസ്വസ്ഥനാക്കുന്ന, വേദനിപ്പിക്കുന്ന. പക്ഷി തങ്ങൾ പരീക്ഷിച്ചിട്ടില്ലാത്ത അനുഭവിച്ചു എന്നിരിക്കില്ല. പക്ഷേ തങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയെക്കുറിച്ച് തീരുമാനിക്കുന്നതും വിമർശിക്കുന്നതിനും ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ സാമത്ത് ഡോഗൻ. സിറിയൻ ഈ യുദ്ധത്തെ ആദ്യ കാലഘട്ടം പുസ്തകത്തിൽ വിവരിക്കുന്നുമുണ്ട്. പത്രപ്രവർത്തകന്റെ സ്വന്തം നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം ഇതിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ നാം യുദ്ധമുഖത്താണെന്ന് പോലും, നമ്മൾ അവിടെ അല്ലെങ്കിലും ഈ പുസ്തകം വായിക്കുമ്പോൾ ആ യുദ്ധസ്ഥലത്താണ് എന്ന് നമുക്ക് മനസ്സിൽ അത് ചിത്രീകരിക്കാൻ കഴിയും. അവിടുത്തെ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യരും അവിടെ ജീവൻ സമർപ്പിച്ച ഒരുപാട് നേതാക്കളെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. അങ്ങനെ നമുക്ക് ധൈര്യവും അതുപോലെ തന്നെ ആകാംക്ഷയും ചെലുത്തുന്ന അനേകം കഥാപാത്രങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണിത്. നിങ്ങൾ എല്ലാവരും ഈ സാമത്ത് ഡോഗൻ എഴുതിയ വെള്ളിയാഴ്ചകളിൽ പറക്കാത്ത പക്ഷി എന്ന പുസ്തകം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.